ഹലോ ഫ്രണ്ട്സ്, വണ്ടി ക്രൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും പുതിയ അമേസാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ അമേസ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത് അവരുടെ തേർഡ് ജനറേഷൻ അല്ലെങ്കിൽ ഒരു ഫേസ് ലിഫ്റ്റഡ് മോഡൽ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. 2013 കോമ്പാക്ട് സെഡാൻ സെഗ്മെന്റിലോട്ട് അമേസിന്റെ കടന്നുവരവ് ഇന്ത്യയിലോട്ട്. നമുക്കറിയാം ബ്രിയോ എന്ന് പറഞ്ഞ ഹോണ്ടയ്ക്ക് ഒരു ചെറിയൊരു ഹാച്ച് ബാക്ക് മോഡൽ ഉണ്ടായിരുന്നു. അതിന് തന്നെ ബൂട്ട് ഫിറ്റ് ചെയ്ത ഒരു ജനറേഷൻ ആയിരുന്നു ഫസ്റ്റ് ജെൻ അമേസ്. സെക്കൻഡ് ജെനിലോട്ട് വന്നപ്പോൾ അമേസിൻ്റെ ഒരു പ്ലാറ്റ്ഫോമും അമേസിൻ്റെ ഒരു കോമ്പാക്ട് സെഡാൻ രൂപവും അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സും കംഫർട്ടും എല്ലാം കൊണ്ട് ഇന്ത്യക്കാർ ഇരു കൈ നീട്ടി സ്വീകരിച്ച ഹോണ്ടയുടെ ഏറ്റവും വലിയൊരു മോഡലാണ് അമേസ് എന്ന് പറയുന്നത്. അമേസ് ഒരു ഹോണ്ടയുടെ ഒരു എൻട്രി ലെവൽ വാഹനം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഹോണ്ടയുടെ 40% ഷെയർ അമേസാണ് സെയിൽസിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന വളരെ ഹിറ്റായിട്ട് വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന മോഡലിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ കമ്പനി അതുപോലെ നോക്കിയും കണ്ട് ചെയ്യാം. പക്ഷേ എന്ത് വൃത്തിക്കാണ് അമേസ് ഫേസ് ലിഫ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം. കാരണം ഒരു എലിവേറ്റിൻ്റെതായ രൂപം, വളരെ മോഡേൺ ആയിട്ടൊരു ഫ്രണ്ട് കാണുമ്പോൾ നമുക്കൊരു SUV-യുടേതായ ഒരു രൂപം എന്നാണ് പറയുന്നത്. കാരണം ഇവരുടെ തന്നെ ഏറ്റവും പുതിയ മോഡലായ മിഡ് സൈസ് SUV സെഗ്മെന്റിൽ വന്ന ഹോണ്ട എലിവേറ്റിൻ്റെ ഒരു രൂപഭാവമൊക്കെയാണ് തോന്നുന്നത്. അതിന് പ്രധാന കാരണം ഈ ഒരു ക്രോം ബാർ, ഈ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ്, അതും ഡ്യുവൽ ബാരൽ ഹെഡ് ലാമ്പ് യൂണിറ്റ്, ആ ഒരു DRന്റെ പ്ലേസിങ്, ഐബ്രോ പോലെ കൊടുത്തിരിക്കുന്ന ഡിസൈനൊക്കെ ഭംഗിയായിട്ടുണ്ട്. പിന്നെ വളരെ വലിയൊരു ഗ്രിൽ യൂണിറ്റ്, ഹോണ്ടയുടെ ഒരു ലോഗോ നടുഭാഗത്തായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ കണ്ടാണ് റഡാർ ഫംഗ്ഷൻ. ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും ചീപ്പായിട്ട് നമുക്കൊരു അഡാസ് ഉള്ള മോഡലുള്ള ഒരു വാഹനം സ്വന്തമാകണമെങ്കിൽ ഒരേ ഒരു മോഡലേ ഉള്ളൂ, അത് ഈ കാണുന്ന ഹോണ്ട അമേസാണ്. അപ്പോൾ അമേസ്, ഇതൊക്കെയാണ് അമേസിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോൾ കോമ്പാക്ട് SUVs ധാരാളം ഉണ്ട്. നിങ്ങൾക്കറിയാം ഇഷ്ടം പോലെ ഓപ്ഷനാണ് കോമ്പാക്ട് SUV. പക്ഷേ കോമ്പാക്ട് സെഡാൻ ഒരിടക്ക് വളരെ ട്രെൻഡിങ് ആയിരുന്നു, ധാരാളം കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ രണ്ട് വാഹനങ്ങൾ. ഒന്ന് ഈ കാണുന്ന ഹോണ്ട അമേസും, രണ്ട് ഡിസയറും. ഇതിന് രണ്ടിനും ഇപ്പോൾ അടുത്തിടെയാണ് ഫേസ് ലിഫ്റ്റ് സംഭവിച്ചത്. അപ്പോൾ ഇത് രണ്ടും കൂടിയാണ് കോമ്പറ്റ് ചെയ്യാൻ പോകുന്നത്. രണ്ടും ഒന്നിനൊന്നും മെച്ചമുള്ള വാഹനമായിട്ടാണ് തന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. എങ്കിലും നിങ്ങൾക്ക് പ്രിഫറൻസ് അല്ല, നിങ്ങൾ ഏത് വാഹനമാണോ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അതിലോട്ട് പോകാൻ രണ്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻ എല്ലാം അവൈലബിൾ ആണ്. ഇനി നമുക്ക് സൈഡ് പ്രൊഫൈലിൽ പോയിട്ട് അവിടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. പ്രൊഫൈലിൽ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യത്തില്ല. പക്ഷേ ഹോണ്ട കാര്യമായ രീതിയിൽ പണിതിട്ടുണ്ട്. കാരണം ക്യാരക്ടർ ലൈൻ ഉൾപ്പെടെയുള്ള എല്ലാ പാർട്സുകളും പുതിയതാണെന്നാണ് പറയേണ്ടത്. ഒരു പാർട്സ് പോലും കടമെടുത്തിട്ടില്ല പഴയ മോഡലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. നിങ്ങൾക്കറിയാം ഈ ഒരു സൈഡ് വ്യൂ ORVM നേരത്തെ പില്ലറിൽ തന്നെയായിരുന്നു പ്ലേസ് ചെയ്യുമെങ്കിൽ ഇപ്പോൾ അത് ഡോറിൻ്റെ പൊസിഷനിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ക്യാരക്ടർ ലൈനും ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസും ഏറ്റവും പുതിയ അലോയിലിൻ്റെ ഡിസൈനും ഒക്കെ ഭംഗിയായിട്ടുണ്ട്. ക്രോം ഡോർ ഹാൻഡിൽസും കാര്യങ്ങളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പില്ലർ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഷാർഫിൻ ആൻറ്റിന തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കമ്പനി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ. ഇനി നമുക്ക് റിയർ ഡിസൈനിൽ പോയിട്ട് അവിടെ എങ്ങനെ നോക്കാം. അപ്പോൾ റിയർ ഡിസൈൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഇത് ഞാനെന്താ പെട്ടെന്ന് വണ്ടി കൊണ്ട് മാറ്റി സിറ്റി എടുത്തുകൊണ്ട് വന്നതാണ്. കാരണം സിറ്റിയുടെ അതേ രൂപം, കാരണം ബൂട്ട്ലിറ്റ് ആണെങ്കിലും ബമ്പർ ആണെങ്കിലും ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണെങ്കിലും എല്ലാം ഒരു ഹോണ്ട സിറ്റി തന്നെയാണ് ഏറ്റവും പുതിയ അമേസിൻ്റെ റിയർ സൈഡ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. 5th ജെൻ ഹോണ്ട സിറ്റിയുടെ അതേ ടെയിൽ ലാമ്പ് യൂണിറ്റ്. ഇത് 5th ജെൻ ഹോണ്ട സിറ്റിക്ക് മുമ്പ് ഞാൻ വേറൊരു വണ്ടി കണ്ടത് BMW 3 സീരീസിലാണ്. അതിനുശേഷം സിറ്റിയിൽ കണ്ടിപ്പോൾ ഏറ്റവും പുതിയ അമേസിൽ ഈ ടെയിൽ ലാമ്പ് യൂണിറ്റ് കണ്ടിരിക്കുക. ഭംഗിയുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. ലുക്ക് വൈസ് ഒരു രക്ഷയില്ല. ഏറ്റവും പുതിയ അമേസ്, പഴയ അമേസിൻ്റെ റിയർ സൈഡ് എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഈ ഒരു അമേസിൻ്റെ കാര്യത്തിൽ റിയർ സൈഡ് ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞെന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഒരു ബാഡ്ജിങ് നോക്കിയാൽ ഇത് സിറ്റിയാണോ അമേസ് ആണോ എന്ന് പെട്ടെന്ന് രാത്രിയെ കണ്ടാൽ മനസ്സിലാകത്തുള്ളൂ. ഹോണ്ടയുടെ ബാഡ്ജിങ് IV ടെക്, പണ്ട് തൊട്ട് നമ്മളെ വികാരം കൊള്ളിക്കുന്ന ആ ഒരു എഞ്ചിൻ റിഫൈൻമെൻറ്റ്, ആ ഒരു റിലയബിലിറ്റി, ആ ഒരു സ്പോർട്ട്നെസ് ഒക്കെ ഓഫർ ചെയ്യുന്ന IV ടെക് ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാം. ബമ്പറൊന്നും ഒട്ടും തള്ളി നിൽക്കാത്ത രീതിയിൽ വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് ബമ്പറൊക്കെ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഭംഗിയൊന്നും വേറെ തന്നെയാണ്. LED ടെയിൽ ലാമ്പ് യൂണിറ്റാണ് വരുന്നത്. ഡീഫോഗർ ലൈൻസ് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷാർഫിൻ ആൻറ്റിന തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ വിട്ടുപോയൊരു കാര്യം, ടയർ പ്രൊഫൈൽ കറക്റ്റായിട്ട് നിങ്ങളോട് എത്തിച്ചില്ല എന്നുള്ളതാണ്. കറക്റ്റ് ടയർ പ്രൊഫൈൽ പറയുന്നത് 185, 60R, 15 ഇഞ്ചാണ് ടയർ പ്രൊഫൈൽ വരുന്നത്. 3 വേരിയൻസ് ആണ് വരുന്നത്. സെക്കൻഡ് വേരിയൻ്റ് തൊട്ട് തന്നെ നമുക്ക് അലോയിൽ അവൈലബിൾ ആണെങ്കിൽ കൂടി ഈ കാണുന്ന അലോയിൽ ഈ ഫുൾ ഓപ്ഷനിൽ മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ. ഈ ഒരു ഡുവൽ ടോൺ അലോയിൽ 3 വേരിയൻസ് ആണ് പ്രധാനമായിട്ടും വരുന്നത്. പക്ഷേ വേരിയൻ്റ് ഇരിക്കുന്ന ബാഡ്ജിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. VX ZX എന്നാണ് ഏറ്റവും പുതിയ ഓപ്ഷൻ വരുന്നത്. ഈ കാണുന്ന ഫുൾ ഓപ്ഷൻ വാഹനത്തിലാണ് ഈ പറഞ്ഞ അഡാസും കാര്യങ്ങളൊക്കെ വരുന്നത്. 3 വേരിയൻസ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ടും മാനുവലായിട്ടും അവൈലബിൾ ആണ്. അതും ഹൈലൈറ്റ് ആയിട്ട് പറയുന്ന ഒരു സംഗതിയാണ്. ഇനി ഇൻറ്റീരിയറിൽ എന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ട്, ഇൻറ്റീരിയർ എങ്ങനെയുണ്ടെന്ന് നമുക്ക് മൊത്തത്തിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതാണ് വാഹനത്തിൻ്റെ കീ ഫോബ് വരുന്നത്. അപ്പോൾ ബൂട്ട് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. കണ്ട, ഒരു കോമ്പാക്ട് സെഡാൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് ഇത്രയും ബൂട്ട് സ്പേസ് നമുക്ക് ലഭിക്കും എന്നുള്ളത്. കറക്റ്റ് ലിറ്റർ കണക്കൊന്നും പറയുന്നില്ലെങ്കിലും ഒരു 6-7 സിലിണ്ടർ ഊറ്റി കൊള്ളാവുന്ന അത്രയും സ്പേസ് ഉണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബൂട്ടാണ് കമ്പനി ഹോണ്ട അമേസിന് നൽകിയിരിക്കുന്നത്. ഏറ്റവും പുതിയ ഹോണ്ട അമേസിൻ്റെ ഇൻറ്റീരിയറാണ് നിങ്ങൾ കാണുന്നത്. ഇതൊക്കെ നല്ല രസമായിട്ടുണ്ട്. ഇത് ഏറ്റവും പുതിയ എലിവേറ്റിലാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത്. ആ ഒരു 3D ആനിമേഷൻ വരുന്നത് പുതിയ അമേസിൻ്റെ. ഹോണ്ടയുടെ ചെറിയ പാട്ടൊക്കെ കേൾപ്പിച്ചാണ് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഓൺ ആകുന്നത്. അമേസ് എന്നുള്ളതൊക്കെ അവിടെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അയ്യോ കോപ്പിറൈറ്റ് ഇവിടെ അത് നോക്കിയിട്ടുണ്ട്. പിന്നെ ആ മീറ്റർ കൺസോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം പക്ക സിറ്റിയുടെ തന്നെയാണ്. സ്റ്റിയറിംഗ് വീല് നോക്കുമ്പോൾ കാണാം പക്ക സിറ്റിയുടെ തന്നെയാണ്. സ്ക്രീൻ നോക്കുമ്പോൾ കാണാം പക്ക എലിവേറ്റിന് തന്നെയാണ്. അങ്ങനെയൊന്നുമല്ല പറയേണ്ടത്. ഇപ്പോൾ ഈ കാണുന്ന അമേസ് അല്ല. ഇപ്പോൾ അമേസിലുള്ള സംഭവങ്ങളൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞത്.
അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ ആ വിത്തിനോട് മാച്ച് ആവുന്ന ഒരു ഇന്റീരിയർ, നമുക്ക് ഇന്റീരിയർ കയറുമ്പോൾ വളരെ വൈഡായിട്ട് ഫീൽ ചെയ്യും. ഒരു കോമ്പാക്ട് എസ്യൂവിയുടെ ഇന്റീരിയറിലോട്ട് കയറുമ്പോഴും നമുക്ക് ഈ ഒരു ഫീൽ ലഭിക്കത്തില്ല, കാരണം ഒട്ടും സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷേ അമേസിംഗ് ഇന്റീരിയറിലോട്ട് കയറുമ്പോൾ വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഫീല്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഫീല് ഒക്കെ ലഭിക്കും എന്നുള്ളതാണ് ഒരു കോമ്പാക്ട് എസ്യൂവും ഒരു കോമ്പാക്ട് സെഡാനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പിന്നെ ഇവിടെ ഫോണൊക്കെ വെക്കാൻ നല്ല പക്കാ സ്റ്റോറേജ് സ്പേസ്, എടുത്തങ്ങ് ഇടുമ്പോൾ തന്നെ ഫോൺ അവിടെ കിടന്ന് ചാർജ് ആയിക്കോളും. വയർലെസ് ചാർജിങ്. ഇവിടെ നമുക്ക് 2 USB പോർട്സ് കാണാം. ഇവിടെ ഒരു പവർ ഔട്ട്ലെറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ഓൺ ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. കപ്പ് ഹോൾഡേഴ്സ് കാണാം. അന്ന് തൊട്ടേ ഹോണ്ടയുടെ വാഹനങ്ങൾ പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്നൊരു സംഭവമാണ് വളരെ ചെറിയ ഗിയർ നോബ്, നമ്മളൊരു കുഞ്ഞൻ വിരലിൻ്റെ അത്രയുള്ളൊരു ഗിയർ നോബ്. അതും വളരെ ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ കാണുന്ന മാനുവൽ ട്രാൻസ്മിഷനാണ്. ഇത് കൂടാതെ ഒരു CVT നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ മികച്ച സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയായിട്ട് തന്നെയാണ് ഫ്രണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ എടുത്ത് പറയത്തക്ക ഗംഭീരമായിട്ടുള്ള ഫീച്ചറൊന്നും ഇല്ല. 1-2 ഫീച്ചേഴ്സ് മിസ് ഔട്ട് ചെയ്ത് ഫുൾ ഓപ്ഷനായിട്ട് കൂടി ഓട്ടോ ഡിമിംഗ് മിറർ കൊടുത്തിട്ടില്ല, ഒരു ഹാൻഡ് റെസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല, ലെതർ റാപ്പ് സ്റ്റിയറിംഗ് വീൽ കൊടുത്തിട്ടില്ല. അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ കമ്പനി മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ലെതർ റാപ്പ് സ്റ്റിയറിംഗ് വീലും ഹാൻഡ് റെസ്റ്റ് ഒക്കെ നമുക്ക് അഡീഷണൽ ആഡ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. എങ്കിലും ഒരു ഓട്ടോ ഡിമിംഗ് മിറർ ഫുൾ ഓപ്ഷൻ എങ്കിലും ആകായിരുന്നു എന്നെനിക്ക് തോന്നി. മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 4 സ്പീക്കറും 2 ട്യൂട്ടറും വരുന്ന ഡീസൻ്റ് ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 6 എയർ ബാഗ് വരുന്നുണ്ട്. സേഫ്റ്റിയുടെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. ഇനി നമുക്ക് റിയർ സൈഡിൽ പോയിട്ട് അവിടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഏറ്റവും പുതിയ ഹോണ്ട അമേസിൻ്റെ റിയർ സീറ്റിലാണ് നമ്മൾ ഇരിക്കുന്നത്. കൂടുതലും ഹോണ്ട കസ്റ്റമേഴ്സ് കുറച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ളവരൊക്കെയാണ് കൂടുതലും ചൂസ് ചെയ്യുന്നത്. അപ്പം ഷോഫർ ഡ്രൈവർ വാഹനമായിട്ട് കൂടി യൂസ് ചെയ്യാൻ പറ്റിയൊരു മോഡലാണ്. അപ്പം റിയർ സീറ്റിൻ്റെ കംഫർട്ട് എത്രത്തോളം ഉണ്ടെന്ന് ചെക്ക് ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഈ ഡ്രൈവർ സീറ്റ് മാക്സിമം ഞാൻ ബാക്കിലോട്ട് ഇട്ടിരിക്കുവാണ്. എന്നിട്ട് കൂടി ലെഗ് സ്പേസ് നിങ്ങൾ നോക്കിയാൽ അത്യാവശ്യം നല്ല ലെഗ് സ്പേസ്, നല്ല തൈ സപ്പോർട്ട്, ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഹെഡ് സ്പേസ് എന്നേ പറയാനുള്ളൂ. ഹെഡ് സ്പേസ് കുറച്ചുകൂടി ആകാമായിരുന്നു തോന്നി, പക്ഷേ വാഹനത്തിൻ്റെ ഡിസൈനായിട്ട് ഒട്ടും മാച്ച് ആകാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്കൂപ്പ് ചെയ്തെടുത്തിരിക്കുന്ന രീതി കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹെഡ് റെസ്റ്റ്, ഇൻ്റഗ്രേറ്റഡ് ഹെഡ് റെസ്റ്റ് ആണ് പണ്ട് തൊട്ടേ ഹോണ്ട വാഹനങ്ങൾ കൂടുതലും കാണാറുള്ളൂ. പക്ഷേ ഇത് കുറച്ചുകൂടി അപ്രൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുഖപ്രദമായിട്ടുള്ള സീറ്റിംഗ് പൊസിഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. 2 പേര് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതേ കപ്പ് ഹോൾഡർ വിത്ത് ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. റിയർ AC വെന്റ്, ബാക്കിലോട്ടും ചാർജിങ് പോർട്സ് കാര്യങ്ങളെല്ലാം. ഇതാണ് ഈ വാഹനത്തിൻ്റെ മാക്സിമം ലെഗ് സ്പേസ് എന്ന് പറയുന്നത്. ഒരു രക്ഷയിൽ ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാൻ. പിന്നെ ഡോർ പാഡിൽ അങ്ങനെ കാര്യമായിട്ട് ആ ഒരു ബീജ് എലമെന്റ് ഒന്നും കൊടുത്തിട്ടില്ല. വളരെ പ്ലെയിൻ ആയിട്ട് തന്നെ ഫുൾ ബ്ലാക്ക് ഔട്ട് ചെയ്താണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പവർ വിൻഡോയുടെ കൺട്രോൾസും ബോട്ടിൽ ഹോൾഡറും മാത്രമേ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ സ്പീക്കറിൻ്റെ പ്രൊവിഷൻ ഉണ്ട്. പിന്നെ മാപ്പ് ലാമ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സൺറൂഫോ കാര്യങ്ങളൊന്നും ഇല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും ഹോണ്ട അമേസിൻ്റെ റിയർ സീറ്റിനെ പറ്റി സംസാരിക്കാനുള്ളത്. ഇനി നമുക്ക് എഞ്ചിൻ റൂം കൂടി തുറന്ന് കാണാം. അവിടെയാണ് എന്നെ ചെറുതായിട്ടൊന്ന് നിരാശപ്പെടുത്തിയത്. അപ്പോൾ എന്നെ ആകെ നിരാശപ്പെടുത്തിയത് ഇതിൻ്റെ എഞ്ചിനിൽ ഒരു മാറ്റവും സംഭവിച്ചില്ലെന്നാണ്. ഇത്രയും മാറ്റമൊക്കെ കൊണ്ടുവന്നപ്പോൾ തീർച്ചയായിട്ടും എഞ്ചിനിലും കൂടി എന്തെങ്കിലും മാറ്റം കൊണ്ടുവരായിരുന്നു. ഈ കാണുന്ന 1.2 ലിറ്റർ എഞ്ചിൻ തന്നെയാണ് അക്കാലത്ത് തൊട്ട് ഹോണ്ട അമേസിനുള്ളത്. പെട്രോൾ എഞ്ചിനാണ്, 4 സിലിണ്ടറാണ്, ഹൈലി റിഫൈൻഡ് ആണ്, റിലയബിൾ ആണ്, നല്ല ഫ്യൂൽ എഫിഷ്യൻറ്റുമാണ്. പക്ഷേ എനിക്ക് കുറച്ച് അണ്ടർ പവർഡ് ആയിട്ട് എനിക്ക് എപ്പോഴും ഇത് ഓടിക്കാൻ നേരത്ത് ഫീൽ ചെയ്യാറുണ്ട്. ഒന്ന് ഓവർടേക്കണമെന്നൊക്കെ വെച്ചാൽ വണ്ടി ഒന്ന് പമ്പി കളിച്ചിട്ടൊക്കെ കയറത്തുള്ളൂ. അപ്പോൾ അത് മാത്രമാണ് എനിക്ക് ചെറിയൊരു നെഗറ്റീവ് വാഹനത്തിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. ബാക്കി എല്ലാം കൊണ്ടും തേഞ്ഞൊരു വാഹനമാണ്. ഇവിടെ ഇൻസുലേഷൻ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, പക്ഷേ അത്രത്തോളം റിഫൈൻമെൻ്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കും ഹോണ്ട കൊടുക്കായിരുന്നത്. എങ്കിലും കംപ്ലയിൻസ് ഒന്നുമില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓടിക്കാം. 10 വർഷമൊക്കെയാണ് ഹോണ്ട അമേസിന് വാറണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്തിരുന്നത്. കാരണം കമ്പനിക്കറിയാം ഇതിനകത്തൊന്നും സംഭവിക്കാനൊന്നുമില്ല. അത്രയും ഉറപ്പുള്ളൊരു വാഹനമാണ് ഹോണ്ട അമേസ്. അപ്പോൾ ഇനി എന്തായാലും നമുക്കിത് ഡ്രൈവ് ചെയ്തിട്ട് നോക്കാം. ഡ്രൈവ് ചെയ്ത് കാണിക്കണമെന്ന് എനിക്ക് താല്പര്യമില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കാം. ഏറ്റവും പുതിയ ഹോണ്ട അമേസിൻ്റെ ഡ്രൈവിലോട്ടാണ് നമ്മൾ നടക്കുന്നത്. എഞ്ചിനിൽ കാര്യമായിട്ടുള്ള മാറ്റമൊന്നുമില്ല. പ്രീവിയസ് ജനറേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെയിം ആ ഒരു 1.2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ്. ഏകദേശം 88 PS പവറും 110 ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹൈലി റിഫൈൻഡ് ആയിട്ടുള്ളൊരു റിലയബിലിറ്റി തെളിയിച്ചൊരു എഞ്ചിൻ എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം വർഷങ്ങളായിട്ട് ഇതേ എഞ്ചിൻ തന്നെയാണ് ഹോണ്ട യൂസ് ചെയ്യുന്നത് അമേസിൻ്റെ കാര്യത്തിൽ. അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻ്റ് കൂടിയാണ്. ഇപ്പോൾ ഏകദേശം 12.3 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയാണ്, ജസ്റ്റ് പുത്തൻ വണ്ടി എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ ഒരു സർവീസ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു ആവറേജ് റിയൽ ലൈഫിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 16-17 കിലോമീറ്ററൊക്കെ മൈലേജ് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ ഓടിക്കുന്ന ഒരു 1.2 ലിറ്റർ ഞാൻ പറഞ്ഞ പോലെ തന്നെ 4 സിലിണ്ടർ എഞ്ചിൻ വിത്ത് 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് വരുന്ന വേരിയൻ്റാണ്. ഇത് കൂടാതെ തന്നെ ഈ ഒരു സെഗ്മെന്റിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ കോമ്പറ്റീറ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അമേസ് എടുക്കുമ്പോൾ ഏറ്റവും കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ CVT ടെക്നോളജി ഉള്ളൊരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കിട്ടുമെന്നുള്ളതാണ്. ഇത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ട്രാൻസ്മിഷനാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് വാഹനമാണ് നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് നല്ലൊരു കോമ്പാക്ട് സെഡാൻ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമേസിൻ്റെ CVT നിങ്ങൾക്ക് ഒരു ഉഗ്രൻ ഓപ്ഷൻ ആയിരിക്കും. ബാക്കി സ്റ്റിയറിംഗിൻ്റെ റെസ്പോൺസ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ഫീലും ഫീഡ്ബാക്കും ഉള്ള സ്റ്റിയറിംഗ് വീലാണ്. ലൈറ്റ് ആയിട്ടുള്ള ക്ലച്ചാണ്, വളരെ ക്ലിക്കായിട്ടുള്ള ഗിയർ ഷിഫ്റ്റാണ്. സീറ്റിംഗ് പൊസിഷൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ബോണറ്റിൻ്റെ കോർണേഴ്സ് ഒക്കെ കണ്ട് മാനുവലി നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, സ്റ്റിയറിംഗ് വീലും നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഫുൾ ഓപ്ഷനായിട്ട് കൂടി ലെതർ റാപ്പ് സ്റ്റിയറിംഗ് വീലൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ഹോൾഡ് ചെയ്യാനൊന്നും വലിയ തിരക്കേടില്ല. മിറേഴ്സിൻ്റെ വിസിബിലിറ്റി ആണെങ്കിൽ ഇപ്പോൾ അത് പ്ലേസ് ചെയ്തിരിക്കുന്ന രീതിക്കുള്ള അതും നമുക്ക് നല്ല വിസിബിലിറ്റി ലഭിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഡ്രൈവിനെ പറ്റി എനിക്ക് പറയാനുള്ള. വലിയ കാര്യമായിട്ടൊന്നും ഓൾറെഡി നമ്മൾ ഇതിനു മുമ്പ്
ഡ്രൈവ് ചെയ്തിട്ടുള്ള അമേസിൻ്റെ അതേ ഫീലും ഫീഡ്ബാക്കൊക്കെ തന്നെയാണ്. എക്സ്റ്റീരിയർ വൈസ് വന്ന് ഇൻറ്റീരിയർ വൈസ് ഫീച്ചേഴ്സിൻ്റെ കുറച്ച് അപ്ഡേഷനാണ് പ്രധാനമായിട്ടും ഏറ്റവും പുതിയ അമേസിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് നമ്പർ കൊടുത്തേക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ബുക്കിംഗ് എന്തെങ്കിലും സംബന്ധിച്ച് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ തുമ്പോലുള്ള. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഹോണ്ട അമേസിൻ്റെ പ്രൈസ് വരുന്ന ഏകദേശം സ്റ്റാർട്ടിങ് കൊണ്ടോടെ എനിക്ക് തോന്നുന്നു 9 ലക്ഷം തൊട്ടാണ് സ്റ്റാർട്ടിങ്. ഏകദേശം 13,30,000 രൂപയാണ് പ്രൈസ് റേഞ്ച് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാനുവലായിട്ട് 3 വേരിയൻസിൽ അവൈലബിൾ ആണ്. കൂടുതൽ എന്തെങ്കിലും കറക്റ്റ് പ്രൈസ് ഡീറ്റെയിൽസ് ഇതിൻ്റെ ബാക്കി ടെസ്റ്റ് ഡ്രൈവ് എന്തെങ്കിലും സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.